പാത്രമൊക്കെ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് നീം ലീഫ് കുറച്ചുണ്ട്. ബേർഡ്സിനൊക്കെ ചിക്സൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഈ ഫ്ലീസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു പൊടിക്കൈയാണ്. അപ്പോൾ അതെന്താന്ന് കാണാം. കുറച്ച് നേരം ഇത് വെള്ളത്തിനകത്തിൽ മുക്കി വെക്കാം. പുറത്ത് മരത്തിലുള്ള അതിന് ഡസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അത് ബോയിൽ ചെയ്തെടുക്കണം. അപ്പം ആ വെള്ളമാണ് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് ബേർഡ്സിന് യൂസ് ചെയ്യുന്നത്. സ്പ്രേയറിനകത്തോട്ട് വെള്ളവും നീം ലീഫ് ബോയിൽ ചെയ്ത വെള്ളം നമ്മൾ ഈ സ്പ്രേയറിനകത്തോട്ട് ആഡ് ചെയ്യാം. പിന്നെ ഞാൻ അതിനകത്ത് ആഡ് ചെയ്യുന്നതാണ് ആൽബമാറിൻ്റെ ഡീവോമിങ്ങിൻ്റെ സിറപ്പ്. ഇത് വെളുപ്പിന് രാവിലെ ബേർഡ്സിന് വെള്ളം കൊടുക്കുമ്പോൾ കൊടുക്കരുത്. ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേ കൊടുക്കാവൂ. അപ്പം അവരുടെ മേത്തൊക്കെ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ അവർക്ക് തണുക്കുകയില്ല. രാവിലെ ഫുഡ് കൊടുത്തിട്ട് ഇത്ര നേരമായിട്ട് വെള്ളം കൊടുക്കാത്തതുകൊണ്ട് അവർ നന്നായിട്ട് ദാഹിച്ചിരിക്കുമായിരിക്കും. അപ്പോൾ അവരെന്താണേലും ഈ വെള്ളം കുടിക്കും. അപ്പം നമുക്ക് മേക്ക് ഷുവർ ചെയ്യാം ഇവർക്ക് ഫുള്ള് അവരുടെ വയറ്റിൽ പോവുകയും ചെയ്യും. ഞാനിപ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ അവരുടെ മേത്തൊക്കെ ആകുകയും ചെയ്യും. സ്പ്രേ ചെയ്യാറുമുണ്ട്, ബേർഡ്സിന് ഇലയായിട്ട് കൊടുക്കാറുമുണ്ട്. ഡിവോമിങ് ചെയ്യാനും ഫ്ലീസ് ഒന്നും വരാതിരിക്കാനുമാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.